പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ വിമാന കമ്പനിയാണ് എമിറേറ്റ്സ് ഇറാൻ. അത് ഇറാഖിലേക്കും അതുപോലെ തന്നെ ജോർദാനിലേക്കൊക്കെയുള്ള സർവീസുകൾ ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുകയാണ് കുറച്ച് ദിവസത്തേക്ക്. പ്രാദേശികമായിട്ട് വലിയ രീതിയിലുള്ള ഒരു അശാന്തി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അത് സർവീസ് നിർത്തലാക്കുന്നു എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, ലെബനിലേക്ക് ഇസ്രായേൽ വീണ്ടും കരയാക്രമണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു, 25 ഗ്രാമങ്ങൾ അവർ പിടിച്ചെടുത്തിരിക്കുന്നു. ഇറാഖ് സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെങ്കിൽ അതിലൊന്നും ഭയപ്പെടാതെ ഇസ്രായേൽ മുമ്പോട്ട് കടക്കുകയാണ്. പക്ഷേ ഇതിനിടയിലൊക്കെ നമ്മൾ മറന്നുപോയത് എന്ന് പറയുന്നത് ഹമാസിനെ കുറിച്ചാണ്. നേരത്തെ നമ്മൾ ഹമാസിനെ കുറിച്ച് ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിലും ഹമാസിനെ കുറിച്ച് നമ്മൾ മറന്നിട്ടില്ല. ഒരേ രീതിയിൽ ലെബനനിലും ഹമാസിലും ഒരേ രീതിയിൽ ആക്രമണം ഇപ്പോൾ അഴിച്ചുവിടുന്നുണ്ട് എന്നുള്ളൊരു സുപ്രധാനമായിട്ടുള്ളൊരു റിപ്പോർട്ട് പുറത്തു വരുന്നു. ഇത് ഗാസയിലെ ഹമാസ് സർക്കാരിന്റെ തലവൻ റാഹി മുഷ്താഹയെയും ഉന്നത സുരക്ഷാ ഉദ്യോഗസ്ഥരായ സമേഹ് അൽ സിറാജ്, സമി ഔദേഹ് എന്നിവരെയും വധിച്ചു എന്ന് ഇസ്രായേൽ സൈന്യം കഴിഞ്ഞ ദിവസം അറിയിച്ചിട്ടുണ്ട്. വടക്കൻ ഗാസയിലെ ഭൂഗർഭ അറയിൽ ഒളിച്ചു കഴിയുമ്പോഴാണ് ഇവരെ ഇല്ലാതാക്കിയതെന്നും സൈന്യം അറിയിച്ചു. ഒരേ സമയം ലെബനനിലും ഗാസയിലും ഇസ്രായേൽ ആക്രമണം നടത്തിക്കൊണ്ട്, കാരണം കഴിഞ്ഞ വർഷം ഇതേ സമയം ഹമാസാണ് ഇസ്രായേൽ ആക്രമണം തുടങ്ങി വെച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹമാസിനെ നമ്മളെല്ലാം മറന്നാലും ഇസ്രായേൽ മറക്കില്ല. അതുതന്നെയാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ വെളിപ്പെടുത്തലിലൂടെ എല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരേ സമയം തന്നെ ലെബനിലും ഗാസയിലും ആക്രമണം നടത്തുന്നു. ഇത് തുടരുമെന്ന സന്ദേശം തന്നെയാണ് ഇസ്രായേൽ ഇപ്പോൾ ലോകത്തിന് നൽകുന്നത്. ഹമാസിന്റെ രാഷ്ട്രീയ കാര്യ തലവൻ യഹിയ സിൻവറുമായി ഏറ്റവും അടുപ്പമുള്ള ആളാണ് ഇപ്പോൾ കൊല്ലപ്പെട്ട മുഷ്താഹ. ഒക്ടോബർ 7 ഇസ്രായേലിൽ കടന്നുകയറി ഹമാസ് നടത്തിയ ആക്രമണത്തിന്റെ ആസൂത്രകരിൽ ഒരാളാണ് ഈ സിൻവർ. ഇനിയും ഹമാസുകാരെ ഇസ്രായേൽ ആക്രമിക്കാൻ പദ്ധതിയിടുന്നുണ്ട്. ഗാസയിലും ലെബനനിലും പോരാട്ടം ശക്തമായതുകൊണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വിമാന കമ്പനികൾ റെസ്ട്രിക്ഷൻസ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ സിനിജി എന്താ പറയുന്നത്, ഗാസയിലെ ആക്രമണം ഇനിയും മുന്നോട്ട് പോകുമെന്ന് തന്നെയല്ലേ? ഗാസയിലെ ആക്രമണം ഇനിയും മുന്നോട്ട് പോകും. കാരണം എന്താ, ഈ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഹിസ്ബുള്ള തീവ്രവാദികൾ, ഹമാസ് തീവ്രവാദികൾ, ഹൂത്തി തീവ്രവാദികൾ ഇവരെ പൂർണ്ണമായും ഇല്ലാതാക്കുക. അതിനപ്പുറത്തേക്കുള്ള ഒരു ലക്ഷ്യം ഇസ്രായേലിനില്ല. അവരെ തീർത്തതിന് ശേഷം നമ്മൾ സംസാരിക്കാമെന്നാണ് പറയുന്നത്. ഇപ്പം ഖത്തർ ഒരു നിർദ്ദേശം മുന്നോട്ട് വച്ചേക്കുന്നത് പലസ്തീൻ എന്ന രാജ്യത്തെ പുനഃസ്ഥാപിക്കണം, പലസ്തീൻ വേണം എന്ന് പറയുന്നു. ഇവിടെ പാലസ്തീൻ ആരും എതിരായിരുന്നില്ല. പലസ്തീൻ എന്ന് പറയുന്ന രാജ്യമാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ അംഗീകരിക്കാതിരുന്നത്. ലോകമെമ്പാടും ചിതറിക്കിടന്ന ഈ ജൂതന്മാര് അവർക്ക് ഈ UN ആണ് ഒരു സ്ഥലം കൊടുക്കുന്നത്, മരുഭൂമി പോലെയുള്ള ഒരു സ്ഥലം കൊടുക്കുന്നു. അവിടെ അവർ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം കെട്ടിപ്പടുക്കുന്നു. സീറോയിൽ നിന്ന് കെട്ടിപ്പടുത്ത് മരുഭൂമിയിൽ വെള്ളം ഒഴിച്ച് അവർ ആ രാജ്യത്തെ പുഷ്ടിപ്പെടുത്തുന്നു. അവർ ടെക്നോളജിയിൽ ഉൾപ്പെടെ വളർന്നു വലുതാകുന്നു. തുടർന്ന് ഈ പലസ്തീൻകാർ തുടർച്ചയായി ആക്രമണം നടത്തുന്നു. അതായത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം രൂപീകൃതമായ പിറ്റേ ദിവസം മുതൽ 16ഓളം യുദ്ധങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ. അവിടുത്തെ ജനസംഖ്യ എന്ന് പറയുന്നത് ആലോചിച്ച് ഏതാണ്ട് 1 കോടിയിൽ താഴെ മാത്രമാണ്. അങ്ങനെയുള്ള ഒരു രാജ്യത്തെ തുടർച്ചയായി ആക്രമിച്ചപ്പോൾ അവർ പ്രതിരോധിച്ചു. അങ്ങനെയാണ് പലസ്തീന് നേരെ ആക്രമണം നടന്നത്. ഇപ്പോൾ പലസ്തീൻ എന്ന് പറയുന്ന രാജ്യം, അതിന് പകരമായിട്ട് അവർ പറയുന്നത് ഗസ എന്നും വെസ്റ്റ് ബാങ്ക് എന്നും രണ്ടായി തിരിച്ചിരിക്കുകയാണ്. ഈ ഗസയിലാണ് ഹമാസിന്റെ പൂർണ്ണമായ സാന്നിധ്യം ഉണ്ടായിരുന്നത്. അതിർത്തികൾ. അപ്പോൾ ഹമാസ് കൃത്യമായി ആക്രമണം നടത്തിയപ്പോൾ തുടർച്ചയായി ഇസ്രായേൽ ആക്രമണം നടത്തി. അതിനെ തുടർന്ന് അവിടുത്തെ ജനങ്ങൾക്കുൾപ്പെടെ പലായനം ചെയ്തു പോകേണ്ടി വന്നു. ഇവരെ പലയിടത്തും അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് മാറ്റേണ്ടി വന്നു. അപ്പോൾ ഗസ ഏതാണ്ട് പൂർണ്ണമായും കൈപ്പിടിയിൽ ഒതുക്കി. അതേസമയം തന്നെ ഈ പറയുന്ന ലെബനിലേക്ക് ആക്രമണം നടത്തുന്നു. എന്തുകൊണ്ടാണ്? ഈ ഗസയിലേക്ക് ആക്രമണം തുടർന്നുകൊണ്ടിരുന്നപ്പോൾ ഒരു കാര്യവുമില്ലാതെ ഹിസ്ബുള്ള എന്ന് പറയുന്ന ഷിയ ഭൂരിപക്ഷമുള്ള തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് കയറി ആക്രമണം നടത്തുന്നു. തുടർന്ന് അവരെന്തെടുത്തു, പേജർ ആക്രമണവും ഈ പറയുന്ന വോക്കി ടോക്കി ആക്രമണവും ഒക്കെ നടത്തിയിട്ട് അവരെ അങ്ങ് തീർത്ത് കളയുന്നു. അപ്പം ലെബനനിലെ ആക്രമണം പൂർണ്ണമായും അവസാനിച്ചിട്ടില്ല എന്ന് ഇസ്രായേൽ തിരിച്ചറിയുന്നു. കാരണം ഈ ലെബനനിലെ തീവ്രവാദികളുണ്ടല്ലോ, അവർ ആയുധങ്ങളൊക്കെ സൂക്ഷിച്ചത് പല വീടുകളിലുമാണ്. ഇപ്പോഴും അത്തരത്തിലുള്ള വീടുകളിൽ ആയുധ സംഭരണശാലകൾ ഉണ്ട് എന്ന് ഇസ്രായേൽ തിരിച്ചറിയുന്നു. അതുകൊണ്ടാണ് ലെബനനിലെ ഗ്രാമങ്ങളിലേക്ക് ഇസ്രായേലിൻ്റെ കരസേന കടന്നു കയറുന്നത്. അവരോട് പറയുകയാണ്, നിങ്ങൾ ഈ ഗ്രാമത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകൂ. അതായത് മനുഷ്യ കവചമായി നിങ്ങളെ മുന്നിൽ വെച്ച് ഹിസ്ബുള്ള ഇനിയും കളിക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾക്ക് ആക്രമിക്കേണ്ടി വരും. ഇതുപോലെ ഒരു ജെന്റിൽമാൻ ഡീൽ നടത്തുന്ന ഒരു രാജ്യമില്ല. ഇസ്രായേൽ നേരത്തെ പറയുകയാണ്, ഞങ്ങൾ നിങ്ങളെ ആക്രമിക്കുന്നു, ഇത്ര മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ഗ്രാമം വിട്ടുപോകൂ, കയ്യിൽ കിട്ടുന്നതുമായി അവർ പോയാൽ ജീവൻ രക്ഷിക്കാം. ഇനി അവിടെ നിന്നാൽ നിങ്ങളെയും ഹിസ്ബുള്ള തീവ്രവാദികളാണെന്ന് കരുതി ഞങ്ങൾ നിങ്ങളെ ആക്രമിക്കും. അപ്പോൾ ഒരേ സമയം ഗാസയിലേക്ക് ആക്രമണം നടത്തുന്നു, അതേസമയം ഹിസ്ബുള്ളയിലേക്ക് ആക്രമണം നടത്തുന്നു. അപ്പോൾ അവരുടെ പ്രധാനമന്ത്രി എന്ന് നേരത്തെ കരുതിയിരുന്ന റാവി മുഷ്താഖെ 3 മാസം മുമ്പ് ഇസ്രായേൽ വധിച്ചു. ഈ യഹിയ സിൻവറിൻ്റെ റൈറ്റ് ഹാൻഡ് ആയിരുന്നു. അപ്പോൾ യഹിയ സിൻവർ അവിടെ ഉണ്ട് എന്നും ഇല്ല എന്നും അഭ്യൂഹം പരക്കുന്നുണ്ട്. പക്ഷേ ഈ റാവി മുസ്താഹയെ കൊന്നതോടുകൂടി, ഇദ്ദേഹത്തിൻ്റെ 2 അനുയായികളെയും കൊന്നതോടുകൂടി ആ മേഖലയിലെ ഹമാസിൻ്റെ മേധാവിത്വം പൂർണ്ണമായും നഷ്ടപ്പെട്ടു. ഇനി ഉള്ള പ്രതീക്ഷ ലെബനനിലെ ഈ ഹിസ്ബുള്ള, അവശേഷിക്കുന്ന ഹിസ്ബുള്ള
നേതാക്കളില്ലാത്ത ഒരു അണികളുണ്ടല്ലോ, അവരാണ്. അവർക്ക് എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ ഉഴലുകയാണ്. കൂടാതെ ഹൂത്തികളുണ്ട്. സിറിയയിൽ നിന്നും യമനിൽ നിന്നും ഹൂത്തികളെ ഉപയോഗിച്ചുള്ള ഒരു ആക്രമണം. ഒപ്പം ഇറാൻ തിരിച്ചടിക്കും എന്ന് വീണ്ടും പറയുന്നു. ഇതിലെ ഈ തവള വന്ന് പാണ്ഡവരുടെ മുമ്പിലൊക്കെ മസിൽ പിടിച്ച് പറയുന്ന പോലുള്ള അവസ്ഥയാണ്. ഇറാൻ്റെ കയ്യിൽ ആയുധമില്ല, സമ്പത്തില്ല, മറ്റൊന്നുമില്ല. അവരുടെ പ്രതീക്ഷ ചൈനയും റഷ്യയും പോലെയുള്ള വൻകിട രാജ്യങ്ങൾ തങ്ങളെ സഹായിക്കും. കാരണം ലോകക്രമത്തിൽ എന്നും യുദ്ധം നിലനിൽക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇസ്രയേൽ തങ്ങളെ ആക്രമിച്ചാൽ ഞങ്ങൾ കുറച്ച് എണ്ണയൊക്കെ കൊടുത്ത് ഈ ചൈനയെയും റഷ്യയും കൂടെ നിർത്താമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത്തരത്തിലുള്ള ആക്രമണവുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകി. ജോ ബൈഡൻ പറയുകയാണ്, ഇസ്രായേലെ നിങ്ങൾ അടിച്ചോളൂ, നിങ്ങൾക്കെതിരെ എത്ര ആക്രമണം നടത്തിയോ അത്രയും ആക്രമണം, അല്ലെങ്കിൽ സമാനമായ ആക്രമണം, അതിനപ്പുറത്തേക്ക് കടക്കരുത്. പക്ഷേ ഇസ്രായേൽ കേൾക്കില്ല. ഇസ്രായേൽ എല്ലായ്പ്പോഴും അമേരിക്കയുടെ വിധേയത്വമായിട്ട് നിൽക്കുകയൊന്നുമില്ല. അവർക്ക് ഇഷ്ടമുള്ളതുപോലെ അവർ തിരിച്ചടിക്കും. കാരണം തങ്ങളുടെ ജനങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഈ തീവ്രവാദികളുടെ സാന്നിധ്യം പ്രശ്നമാണെന്ന് ഇസ്രയേൽ തിരിച്ചറിഞ്ഞതോടുകൂടി ഹമാസിനെ തീർത്ത് നിലംപരിശാക്കി കഴിഞ്ഞു. ഇനി ഹിസ്ബുള്ളയെ ഒരു പരിധിക്കപ്പുറത്തേക്ക് തീർത്തു കഴിഞ്ഞു. പക്ഷേ ഈ ലെബനനിലെ പല ഗ്രാമങ്ങളിലും ഹിസ്ബുള്ള തീവ്രവാദികൾക്ക് സ്വാധീനമുണ്ടെന്നും ഇറാനിൽ നിന്ന് ആയുധങ്ങൾ അവിടെ എത്തുന്നുവെന്നും ഇസ്രയേൽ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇസ്രയേലിൻ്റെ ചാര ഉപഗ്രഹങ്ങൾ വഴി ഇക്കാര്യങ്ങൾ തിരിച്ചറിഞ്ഞതോടുകൂടി ഇറാനെ കൂടെ തീർക്കണം എന്ന ലക്ഷ്യത്തിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഇറാൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ഷിയ മുസ്ലിങ്ങളാണ്. ഷിയ മുസ്ലിങ്ങൾ ഈ സുന്നികളുടെ പിന്തുണ നൽകുകയോ കൊടുക്കുകയോ ചെയ്യാറില്ല. അപ്പോൾ ഇറാൻ ആവശ്യമില്ലാത്ത ഒരു ചൊറിച്ചിൽ നടത്തി. അതുകൊണ്ട് ലോകരാജ്യങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ ആണവ ശക്തിയാണെന്നൊക്കെ പറഞ്ഞ് ഉയർന്നു നിന്ന ഇറാൻ്റെ മുഴുവൻ പ്രസക്തിയും ഇസ്രായേൽ ഇല്ലാതാക്കി കളഞ്ഞു. ഇനിയും ഇത്തരത്തിലുള്ള ആക്രമണമായി ഇസ്രായേൽ മുന്നോട്ട് കഴിഞ്ഞ ദിവസം മറ്റൊരു ഇൻഫർമേഷൻ ഉണ്ടായിരുന്നല്ലേ, ഈ ഹിസ്ബുള്ളയിലെല്ലാം ഇറാന്റെ മൊസാദിന്റെ ആൾക്കാരാണ് അവിടുത്തെ സീക്രട്ട് സർവീസ് ഫോഴ്സിലുള്ളത് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് എന്തായാലും ഹിസ്ബുള്ളയ്ക്ക് വലിയൊരു അടിയായി മാറിയിട്ടുണ്ട്. ഹിസ്ബുള്ള ആരെ വിശ്വസിക്കുമെന്ന് അറിയാതെ ഇപ്പൊ ഹിസ്ബുള്ളയുടെ പ്രവർത്തനങ്ങളെല്ലാം മന്ദീകരിച്ചിരിക്കുകയാണ്. അപ്പൊ അതും ഇസ്രായേലിന് കയറി ആക്രമിക്കാനുള്ള ഒരു അനുകൂല സാഹചര്യമാണ് അവിടെ ഉണ്ടാക്കുന്നത് എന്ന് പറയാം. പിന്നെ മാത്രമല്ല, ഹിസ്ബുള്ളയുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ ആസ്ഥാനം ആക്രമിച്ചു എന്ന് ഇസ്രായേൽ ഇപ്പോൾ അവകാശപ്പെടുന്നുണ്ട്. ഗോലാൻ കുന്നുകളിൽ ആക്രമണം നടത്തി 12 കുട്ടികളെ കൊന്ന ഹിസ്ബുള്ള കമാൻഡർ ഖാദർ ഷബാഹിയെ വധിച്ചു എന്നും ഇപ്പോൾ ഇസ്രായേലിന്റെ വെളിപ്പെടുത്തലുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഹിസ്ബുള്ളയ്ക്ക് മേൽ ഇസ്രായേലിന്റെ പൂർണ്ണമായ ഒരു ആധിപത്യം തന്നെയാണ് ഇപ്പോൾ വരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഹിസ്ബുള്ളയുടെ ഈ ആയുധ സംഭരണശാലകളിലേക്ക് അല്ലെങ്കിൽ അവരുടെ ഈ ഭീകര സംഘടനകളുടെ കേന്ദ്രങ്ങളിലേക്കാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത്. അവർ വ്യക്തമായിട്ട് പറഞ്ഞു, ഞങ്ങൾ ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങൾ ആക്രമിച്ചു, ഹിസ്ബുള്ളയുടെ ആയുധ സംഭരണശാലകൾ അവസാനിപ്പിച്ചു, അല്ലെ ആക്രമിച്ച് നശിപ്പിക്കാൻ പോകുന്നതെന്ന് കൃത്യമായിട്ട് ഇസ്രായേൽ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇനി ഇറാന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഇറാൻ ആകെ പേടിക്കുന്നത് ഈ നേരത്തെ പറഞ്ഞതുപോലെ മൊസാദിൻ്റെ ചാരന്മാർ ഇറാനിൽ കടന്നു കയറിയും അവിടുത്തെ സോൾജേഴ്സിൻ്റെ ഇടയ്ക്കും സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഇടയ്ക്കും പോലീസുകാരുടെ ഇടയ്ക്കും ഒക്കെ അവർക്ക് സ്വാധീനം ഉറപ്പിച്ചു. മാത്രമല്ല ഈ മൊസാദിൻ്റെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാനായിട്ട് നിയമിച്ച സെക്യൂരിറ്റി സർവീസിൻ്റെ തലവൻ തന്നെ മൊസാദിൻ്റെ ഏജൻ്റാണ്. അതുകൊണ്ട് അവിടുത്തെ ഭൂമിശാസ്ത്രപരമായ കാര്യങ്ങളെല്ലാം തന്നെ ഈ ഇസ്രായേലിന് കാണാപ്പാടമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആണവ സംഭരണ ഇറാനെ ഒരു തരത്തിലും ഇസ്രായേൽ അപ്പം ഭയക്കുന്നില്ല എന്ന് തന്നെയാണ്. ഇറാൻ ഇസ്രായേലിന് ഒരു ഭയവും ഇല്ല. ഇസ്രായേൽ എങ്ങനെ തിരിച്ചടിക്കും എന്നുള്ളത് മാത്രമാണ് ഇറാൻ പേടിക്കുന്നത്. കാരണം ഈ അടിക്കുന്ന അടി എന്ന് പറയുന്നത് ഇസ്രായേൽ ഒരു വിശാലമായ വലിയ രാജ്യമാണ്. അപ്പോൾ ഇറാൻ വലിയ രാജ്യമായതുകൊണ്ട് ഒരു സൈഡിൽ എണ്ണപ്പാടങ്ങളും മറു സൈഡിൽ ഭൂമിക്കടിയിൽ ആണവ പരീക്ഷണങ്ങളൊക്കെ നടത്തുന്ന കേന്ദ്രങ്ങളുമുണ്ട്. അപ്പോൾ ഈ ഭാഗത്തേക്ക് രണ്ടും ആക്രമണം നടത്തരുതേ എന്ന് ഇറാൻ അമേരിക്ക ഉൾപ്പെടെ UN ഉൾപ്പെടെയുള്ള സംഘടനകളോടൊക്കെ ആവശ്യപ്പെടുകയാണ്. അങ്ങനെ ആക്രമണം നടത്തിയാൽ ഇറാൻ തീർന്നു. മാത്രമല്ല ഇറാൻ ജനങ്ങൾ പൂർണ്ണമായും ദേശസ്നേഹികളല്ല. ഇസ്രായേലുകാർ അങ്ങനെയല്ല, പൂർണ്ണമായും ദേശസ്നേഹികളാണ്. സ്വന്തം ജീവൻ കൊടുത്തും ആ രാജ്യത്തെ സംരക്ഷിക്കും. അപ്പം മത തീവ്രവാദം മുന്നോട്ട് വെക്കുന്ന അയത്തുള്ള അലി ഖമേനിയെ പോലെയുള്ള ആളുകളെ എന്നേക്കുമായി ഇറാനിൽ നിന്ന് തുടച്ചു നീക്കാൻ ആഗ്രഹിക്കുന്ന ജനങ്ങൾ കൂടി ഇസ്രായേലിന് കാര്യങ്ങൾ ചോർത്തി കൊടുത്താലോ. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിച്ചായിരുന്നു, ഒരു നസ്രള്ള പോയാൽ 100 നസ്രള്ള പുനർജനിക്കും എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇറാഖിൽ അവിടെ ഈ നസ്രുള്ള മരിച്ച സമയത്ത് അവിടെ ജനിച്ച കുട്ടികൾക്ക് നസ്രുള്ള മരിച്ചപ്പോൾ അവിടെയുള്ള നിരവധി ആളുകൾ, വിദ്യാർത്ഥികളൊക്കെ ഇദ്ദേഹത്തിന്റെ ഫോട്ടോ തൂക്കി തെരുവിലിറങ്ങി ദുഃഖാചരണമൊക്കെ രേഖപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. 100 കുട്ടികൾക്ക് നസ്രല്ലയുടെ പേരാണ് കൊടുത്തത്. അതായത് ഒരു സന്ദേശം അവർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, ഒരു നസ്രല്ലെ കൊന്നാൽ ഞങ്ങൾ 100 പേര് വീണ്ടും പുനർജനിക്കുന്നു എന്ന ഒരു സന്ദേശമാണ്. തീവ്രവാദിയാണ് കൊല്ലുന്നത് അല്ലെങ്കിൽ ഭീകരവാദിയെ കൊല്ലുമ്പോൾ ഞങ്ങൾ ഇനിയും ഭീകരവാദികളെ സൃഷ്ടിക്കുമെന്നുള്ളത്. പക്ഷേ എല്ലാ അറബ് രാജ്യങ്ങളും ഈ നിലപാട് സ്വീകരിക്കുന്നില്ല. ചില സിറിയയും അതുപോലെ തന്നെ ലെബനിലെ കുറച്ച് ഭാഗവും യമനിലെ കുറച്ച് ഭാഗവും ഇറാഖിലെ കുറച്ച് തീവ്രവാദ സ്വഭാവമുള്ള ആൾക്കാരും എന്തെങ്കിലും ചെയ്തു എന്ന് വരുത്താൻ വേണ്ടി ചെയ്യുന്നത് അത്രേ ഉള്ളൂ.
അപ്പൊ ഈ ലോകത്തുള്ള ഈ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ മതാധിപത്യം അരങ്ങുവാഴുന്ന പ്രദേശങ്ങളിൽ ചില രാജ്യങ്ങളിൽ മാത്രമാണ് ഇത്തരം നിലപാടുകൾ. അപ്പോൾ എന്തായാലും ഈ ഒരേ സമയം ഗസയിലേക്കും ലെബനിലേക്കും ഇസ്രായേൽ ആക്രമണം നടത്തുന്നതോടുകൂടി ഭീകരവാദികൾ പരിഭ്രാന്തിയിലാണ്. ഹമാസിന്റെ ഒളിഞ്ഞിരിക്കുന്ന ഭീകരവാദികൾ അല്ലെ തീവ്രവാദികൾ ഇനി മാളത്തിൽ നിന്ന് പുറത്തിയാടും. ഒപ്പം ലെബനനിലെ ഹിസ്ബുള്ള തീവ്രവാദികളെ പൂർണ്ണമായും നശിപ്പിക്കും. ഇനി ഹൂത്തികൾ കപ്പലുകളെ ആക്രമിച്ച് പശ്ചിമേഷ്യയിൽ ഉൾപ്പെടെ യൂറോപ്യൻ മേഖലയിൽ ഉൾപ്പെടെ സംഘർഷം സൃഷ്ടിക്കാൻ ശ്രമിച്ചാൽ ഇസ്രായേലിനൊപ്പം അമേരിക്കയും അതുപോലെ ഫ്രാൻസും ബ്രിട്ടനും എല്ലാം കൂടെ രംഗത്തേക്ക് വരികയും ഇറാനെ ഏതാണ്ട് പൂർണ്ണമായും പൂട്ടിക്കെട്ടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ എണ്ണപ്പാടങ്ങൾ അവശേഷിക്കുന്ന ഇറാൻ കുറച്ച് മിതത്വം പാലിക്കുന്നത് അവർക്ക് നല്ലതായിരിക്കും. എങ്കിലും നിലപാടുകളിൽ നിന്ന് ഇസ്രായേൽ മാറുമെന്ന് നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റുമോ?